നമ്മൾ താമസിക്കുന്ന മേഖലയിൽ നമ്മുടെ മക്കൾക്ക് നല്ല അയൽവാസികൾ ഉണ്ടായി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. റെസിഡൻസ് അസോസിയേഷന് കുറച്ച് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടോ സംശയം. എന്താ അങ്ങനെ ഒരു തീർച്ചയായിട്ടും. കാരണം നമ്മൾ താമസിക്കുന്ന മേഖലയിൽ നമ്മുടെ മക്കൾക്ക് നല്ല അയൽവാസികൾ ഉണ്ടായി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ റെസിഡൻറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുമിച്ച് 2-3 പ്രാവശ്യം ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഒരേ സ്റ്റാറ്റസായി മാറും. ഒരേ സ്റ്റാറ്റസായി മാറും. ഹയർ ലോവർ അങ്ങനെ ഇല്ലാതെ ഒരുമിച്ച് പോകുന്നൊരു നമുക്ക് അനുഭവപ്പെടും. ഓക്കെ. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള കുട്ടികൾക്ക് അവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റിസോഴ്സ് പേഴ്സൺസിനെ നമുക്ക് ഒരു റെസിഡൻസ് അസോസിയേഷനിൽ നൽകാൻ കഴിയും. കാരണം ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഫാമേഴ്സ്, പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻസ് ഒക്കെ റിസോഴ്സ് പേഴ്സൺസ് ആണ്. ഓക്കെ. ഇതിനൊക്കെ മക്കൾ റിയൽ റിസോഴ്സ് പേഴ്സൺസിനെ നമുക്ക് നമ്മുടെ മക്കൾക്ക് നൽകാൻ ഒരു റെസിഡൻസ് അസോസിയേഷൻ സാധിക്കും. ഒരുപാട് സാധ്യതയുള്ള ഒരു സാധനമാണ് റെസിഡൻസ് അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന മേഖല റെസിഡൻസ് അസോസിയേഷൻ.